ഈ ഒരൊറ്റ വാക്ക് പഠിച്ചാൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് കുറേ സംസാരിക്കാൻ പറ്റും കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വുഡ്. WOULD, വുഡ്. വുഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി ആണ്. അത് നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്യൂച്ചർ ടെൻസ് അല്ല. എന്നാൽ പ്രസന്റ് ടെൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ ടെൻസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വുഡ് എന്നുള്ളത്. അപ്പൊ വുഡ് ഉപയോഗിച്ച് പല രീതിയിലുള്ള സെന്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിന്ന് വുഡിന്റെ ക്ലാസ്സിലോട്ട് പോകാം. വുഡിന്റെ ഒരു ഉപയോഗം, അപ്പടി മഴയാണ്, സൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? വുഡിന്റെ ഒന്നാമത്തെ ഉപയോഗം, നമ്മൾ പഴയ കാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോള് കളിക്കാറുണ്ടായിരുന്നു. മൈ മദർ വുഡ് ടെൽ സ്റ്റോറീസ് പറഞ്ഞു തരുമായിരുന്നു. വുഡ് ടെൽ. വി വുഡ് വിസിറ്റ് അവർ ഗ്രാൻഡ് പേരൻസ്. ഗ്രാൻഡ് പേരൻസിനെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് ചെയ്യാറില്ല കേട്ടോ. അപ്പൊ നമ്മൾ അന്നൊക്കെ അത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ വുഡ് കഴിഞ്ഞിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോം നമ്മൾ ഉപയോഗിച്ചാൽ മതി. വുഡ് ഡ്രോ, പടം വരയ്ക്കാറുണ്ടായിരുന്നു. വുഡ് ടേക്ക്, എടുക്കാറുണ്ടായിരുന്നു. എടുത്തു എന്നുള്ള അർത്ഥമല്ല, എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ വുഡ് എന്താണോ, വുഡ് റീഡ്, വായിക്കാറുണ്ടായിരുന്നു. വുഡ് ഈറ്റ്, കഴിക്കാറുണ്ടായിരുന്നു. ഐ വുഡ് ഈറ്റ് ബിരിയാണി കഴിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് കഴിക്കാറില്ല. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത വുഡിന്റെ ഉപയോഗം നോക്കാം. ഉപയോഗം അതായത് ചിലവര് നമ്മളോട് പറഞ്ഞു എന്ന് നമുക്ക് പറയണ്ട, അല്ലെങ്കിൽ അവർ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയണം. അവരങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു, അങ്ങനെ പറയണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വുഡ്. നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് രണ്ടൊരു സെന്റൻസ് നോക്കാം. ഹി സെഡ് ഹി വുഡ് കം. അവൻ വരുമെന്ന് പറഞ്ഞു. ഹി സെഡ് ഹി വുഡ് കം, വരുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് മെന്ന്, വുഡ് കം, വരുമെന്ന് പറഞ്ഞു. ഇനി ഷീ ടോൾഡ് മീ ഷീ വുഡ് ഹെൽപ്പ്. സഹായിക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. സഹായിക്കുമെന്ന്, വുഡ് ഹെൽപ്പ്, സഹായിക്കുമെന്ന്. അപ്പോൾ അവിടെ നമ്മൾ വുഡ് ഉപയോഗിച്ചത് ചെയ്യുമെന്ന്, പറയുമെന്ന്, കളിക്കുമെന്ന് എന്നൊരർത്ഥത്തിലാണ് നമ്മളവിടെ വുഡ് ഉപയോഗിക്കുന്നത്. They promised they would finish the work. Finish the work. ജോലികളെല്ലാം ചെയ്യുമെന്ന് അവൻ ഉറപ്പ് നൽകി. വുഡ് ഫിനിഷ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വുഡ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വേർബിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്, വേറെയില്ല. അത് എങ്ങോട്ട് മാറിയാലും, കാരണം വുഡ് ഒരു ഓക്സിലറിയാണ്. ഇനി വേറൊരു ഉപയോഗം കൂടി പറഞ്ഞു തരാം. ഇഫ് ഐ ഹാഡ് എ മണി, എനിക്ക് മണി ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ബൈ എ കാർ. കാറ് വാങ്ങിക്കുമായിരുന്നു. പൈസ ഉണ്ടായിരുന്നെങ്കിലത്തെ കാര്യം, പൈസയില്ല. ഇഫ് ഐ ഹാഡ് എ മണി ഐ വുഡ് ബൈ എ കാർ. കാറ് വാങ്ങിക്കുമായിരുന്നു. സാധ്യതകളില്ല. ഇഫ് ഐ വേർ എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹെൽപ്പ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ സഹായിച്ചേനെ. അവിടെ വേറെ ഉപയോഗിച്ചതിന്റെ കാര്യം നമ്മൾ ഇസ് ക്ലോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഇട്ടുതരാം കേട്ടോ. ഇഫ് ഐ വേർ എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹെൽപ്പ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ സ്റ്റുഡൻസിനെ ഞാൻ സഹായിച്ചേനെ. അത് നമ്മൾ ചെയ്തേനെ, പറഞ്ഞേനെ എന്ന് പറയാൻ ഇഫ് ഉപയോഗിക്കുന്നു. ഇഫ് ക്ലോസിന്റെ കൂടെയും നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഇഫ് ക്ലോസ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ തരാവേ, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് വുഡിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ വേണം എന്ന് പറയാൻ വേണ്ടി. അത് നമുക്കറിയാം. എങ്ങനെയാ പറയേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണം. ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഐ വുഡ് ലൈക്ക് ഒരു സെന്റൻസ് നിങ്ങളൊന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ ചെയ്തേ. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ നേഴ്സ്. എനിക്കൊരു നേഴ്സ് ആകണം, ആഗ്രഹമാണ് എൻ്റെ. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ നേഴ്സ്. എനിക്കൊരു നേഴ്സ് ആകണം, അതെന്റെ ആഗ്രഹമാണ്. അവിടെ നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് ഡൽഹി. ഡൽഹി എനിക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് ഡൽഹി. ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ദം. അവരെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് ആഗ്രഹങ്ങൾ പറയാൻ ഐ വുഡ് ലൈക്ക്
ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഐ വുഡ് ലൈക്ക്. ഇനി മറ്റൊരു ഉപയോഗം കൂടി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ദെൻ. നമുക്കറിയുന്ന വേറൊരു ഉപയോഗം കൂടിയാണ് വുഡും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വുഡ് യു ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കാമോ? വുഡ് യു ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കാമോ? വുഡ് യു ഓപ്പൺ ദ ഡോർ? ഡോർ ഒന്ന് തുറക്കാമോ? വുഡ് യു ക്ലോസ് ദ വിൻഡോ? വിൻഡോ ഒന്ന് അടയ്ക്കാമോ? അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കില്ലേ, വുഡ് യു വെയിറ്റ് ഫോർ മീ? ഒന്ന് വെയിറ്റ് ചെയ്യാമോ എനിക്കായിട്ട്? വുഡ് യു വെയിറ്റ് ഫോർ മീ? ഇങ്ങനെ നമ്മൾ ഭയങ്കര ഒരു വിനയത്തോടെ ചോദിക്കില്ലേ ചോദ്യങ്ങൾ, അവിടെ നമ്മൾ വുഡ് യു ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വുഡിൻ്റെ ഉപയോഗം നമ്മൾ കുറേ പഠിച്ചല്ലേ. ഒന്നും കൂടെ നമുക്കൊന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണത്? ഒന്ന് നമ്മൾ ഇതൊക്കെ ഓർത്തിരിക്കാനായിട്ട് പറയുകയാണ് എങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചത് അവൻ ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്യുമെന്ന് പറഞ്ഞു. ഹി സെഡ് ഹി വുഡ്. ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഹി സെഡ് ഹി വുഡ്. ഇനി വളരെ വിനയത്തോടെ നമുക്ക് ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ്? വുഡ് യു എന്ന അർത്ഥത്തിൽ ചോദിക്കണം. ഇനി നിങ്ങൾക്ക് എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ ഐ വുഡ് ലൈക്ക്. പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേനെ, ഒരു ഇഫ് ക്ലോസ് കൊടുക്കുക, വുഡ്. പിന്നെ വുഡ് വേർബിന്റെ ഫസ്റ്റ് ഫോം ഇട്ടിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നായി അല്ലേ. ഇത് നിങ്ങൾ കുറച്ചൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ സെന്റൻസ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേ വട്ടം സംസാരിക്കുന്നുണ്ട്. ഒത്തിരി സെന്റൻസുകളും നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വുഡ് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെന്റൻസുകൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങളതൊന്ന് കേൾക്കുക കേട്ടോ, പഠിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ കമന്റ് ബോക്സിൽ കുറച്ച് സെന്റൻസുകൾ കൊടുക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.